ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഗേറ്റ് 2025 എക്സാം എഴുതുന്ന സമയത്ത് നമുക്കിനി ഒരു മാസയുടെ സമയമുള്ളൂ. ആ സമയത്ത് നമ്മൾ ഏത് സ്ട്രാറ്റജിയിലാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി എന്താണ്? അപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്നറിയോ, നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ അനുസരിച്ച് തന്നെയാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന എന്താ പറയുന്നത്, ഒരു സ്ഥലത്ത് എന്ത് നടന്നു അത് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ, തക്കാളി നട്ടാൽ തക്കാളി കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന പോലെ, നമ്മളുടെ ഇത്രയും നാളത്തെ പഠനത്തിന്റെ റിസൾട്ടാണ് നമ്മുടെ ആ പരീക്ഷയുടെ റിസൾട്ടും, ശരിയല്ലേ? പക്ഷെ അവിടെ ഏറ്റവും അവസാനത്തെ നമ്മൾ ഈ പറയുന്ന കലം കൊണ്ട് അവസാനം കൊണ്ട് ഉടയ്ക്കരുത് എന്ന് പറയുന്ന പോലെ, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് എന്താ ചോദിച്ചാൽ, നമ്മുടെ ഈ പറഞ്ഞു വന്ന സ്ട്രാറ്റജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ, ഞാൻ പറയുന്നത് ഞാൻ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് ഞാൻ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് എൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ചു നോക്കും. ഈ സമയത്ത് നമുക്ക് മേ ബി ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയേക്കാം. എങ്കിലും നമുക്കൊരു അവയർനെസ് കിട്ടും, ഈ പരീക്ഷ ടഫാണോ, ഈ പരീക്ഷ സിമ്പിളാണോ. നമ്മളത് ജസ്റ്റ് ഓടിച്ച് വായിച്ച് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ മുഴുവൻ ഒന്ന് കറങ്ങിയിട്ട് വരും. ആ സമയത്ത് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തോന്നിയേക്കാം, ചിലതൊക്കെ നമുക്ക് ഈ പറയുന്നത് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നുള്ളത് തോന്നിയേക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ് മനസ്സിലാക്കാതെ നമ്മൾ ചുമ്മാ ഒരു സൈഡിൽ നിന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് ചെയ്തു പോയാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബിക്കം എ ബിഗ് പ്രോബ്ലം. നമുക്ക് അവസാനം വരുമ്പോൾ ടൈം കിട്ടിയില്ല, അങ്ങനെയുള്ള പല പ്രോബ്ലംസ്. ഇതിന്റെ എല്ലാം മുന്നേ ഒരു കാര്യം പറഞ്ഞത്, ഈ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതാണ്, അവസാന സമയത്ത് പ്ലാൻ ചെയ്യേണ്ടതല്ല. ഇതെന്തോടെ എങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, ഒരു 10 to 15 മോക്ക് എക്സാം ചെയ്താൽ, പ്രത്യേകിച്ച് പറഞ്ഞാൽ പ്രിപ്പറേഷൻ തീർന്നാലും തീർന്നില്ലെങ്കിലും നിങ്ങൾ ഈ എക്സാംസ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏത് ടൈമിലാണെന്നറിയോ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഫെബ്രുവരി 12 ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ, യു ഹാവ് ടു റൈറ്റ് ദാറ്റ് എക്സാം ഇൻ 2 o'clock to 5 o'clock. ആ സെയിം ടൈമിൽ ഒരു 1 month ടൈമിലേക്ക് നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോന്നാൽ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ശരീരവും എല്ലാം ആ ടൈമുമായിട്ടും ആ പറയുന്ന എക്സാംസുമായിട്ടും ഓൾറെഡി കോപ്പപ്പ് ആയിട്ടുണ്ട്. ദാറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ യുവർ എക്സാമിനേഷൻ സെന്റർ. അവിടെ വെച്ചൊരു പാനിക്കാണ്ട് സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമ്മൾ പറഞ്ഞു വരുന്ന എക്സാം പരീക്ഷയിൽ ആദ്യം തന്നെ നമ്മളൊന്ന് ഓടിച്ചൊരു 65 ക്വസ്റ്റ്യൻ, നമുക്കറിയാം 65 ക്വസ്റ്റ്യൻ അവിടെ ഞങ്ങളുള്ളത്, അതൊന്ന് ഓടിച്ചു നോക്കി നമ്മുടെ പരീക്ഷയുടെ പാറ്റേൺസും എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത്, ഇവിടെ നമുക്കറിയാം മാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എഴുതാൻ പേപ്പറും പെന്നും ഉണ്ട്, ശരിയല്ലേ? ഓരോ ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് നമ്മൾ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് പോകുന്നു. അതിൻ്റെ അത് മാർക്ക് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ചെയ്യാവുന്ന ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വി ഹാവ് ടു ഗെറ്റ്. അത് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വേണം ചെയ്യാൻ. അതിൽ ആൻസർ കിട്ടി, ഇനി തെറ്റിപ്പോയാലും നമ്മൾ അറിയില്ലല്ലോ, തെറ്റിയാലും നമുക്കറിയില്ല. തെറ്റാതെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ എറർ എല്ലാം കുറയ്ക്കുന്ന എപ്പോഴാണെന്നറിയോ, നമ്മൾ മുമ്പേ പറഞ്ഞ മോക്ക് എക്സാംസ് എഴുതുന്ന സമയത്താണ്. വി വിൽ റെക്ടിഫൈ ഓൾ ദീസ് തിങ്സ്. പരീക്ഷാകാലം ചെന്നിട്ട് നമുക്ക് തെറ്റുണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കേണ്ട നേരത്തെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടാകണം. എനിവേ ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ആൻസർ ഷുഡ് ഗെറ്റ്. ഈ ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കും. അയ്യോ, ഐ ഡോണ്ട് ഗെറ്റ് ദാറ്റ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ അത് ബാധിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 1 mark ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിൾ ആയിരിക്കണമെന്നില്ല, പക്ഷെ എങ്കിലും 1 mark ക്വസ്റ്റ്യൻ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇഫ് യു ആർ സോ ഹൈലി ഇൻട്രസ്റ്റഡ് ഇൻ നമ്മുടെ മാത്തമാറ്റിക്സ് കുറച്ചുകൂടെ സിമ്പിൾ ആണ് ഗേറ്റിന്റെ. ആപ്റ്റിറ്റ്യൂഡ് ഇഷ്ടമാണെങ്കിൽ ഹൗ ടു ഫസ്റ്റ് ഗോ ഫോർ ദാറ്റ്. അത് ഫിനിഷ് ചെയ്ത് അത് നല്ല സ്കോർ ചെയ്തിട്ട് നേരെ തിരിച്ചു വന്ന് നമ്മുടെ തന്നെ ഇൻട്രസ്റ്റിംഗ് പേപ്പേഴ്സ്, അതിൽ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിലോ, നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പേപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ഇപ്പം നെറ്റ്വർക്ക്, കൺട്രോള്, ഡിജിറ്റല്, സിഗ്നൽസ്, മാത്സ്, ഇങ്ങനെയുള്ള പേപ്പറുകളെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതാണ്, മറന്നു പോകാവുന്നതാണ്. ഇതെല്ലാം പിന്നെ ഞാൻ പറയുന്ന മെഷീൻസ്, ഇത് നല്ലപോലെ പഠിച്ചാൽ മാർക്ക് കിട്ടാൻ പാടില്ല. ഇത്രയും പേപ്പറുകൾ സ്കോർ ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ്. ഇതിന്റെ ഇപ്പുറത്ത് നമ്മൾ പറയാലോ EMD, പവർ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ് ഒത്തിരി പാടുള്ളൂ. അല്ല, എന്നാലും
പവർ സിസ്റ്റം ഒത്തിരി പാടാന്നല്ലേ. ആസ് എ ഗെയിൻ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ പഠിക്കുന്ന ഒരു രീതിക്ക് പവർ സിസ്റ്റത്തിന് ഒരു കുറവുണ്ട്. EMT ആണേലും നമുക്ക് പഠിക്കുന്നതിന് ഒരു രീതി ശരിയല്ലേ. അപ്പൊ എനിവേ ഈ പോർഷൻസിൽ നിന്ന് ആദ്യം മാറ്റാൻ നോക്കുക. നിങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് ഇതാകാനാണ് ചാൻസ് കൂടുതൽ. കാരണം എല്ലാവരും സ്കോർ ചെയ്യുന്ന ഒരു പോർഷനാണ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത് എല്ലാവരും സ്കോർ ചെയ്യുന്നതാണ്. യു ഹാവ് ടു ഗെറ്റ് ആൻസർ. ആഫ്റ്റർ ദാറ്റ് ഈ മെഷീൻസ് വരുമ്പോൾ നമുക്കൊരു ബുക്കിംഗ് റാങ്കിലോട്ടെത്തും. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ മേ ബി സംടൈം EMT വളരെ സിമ്പിൾ ആണെങ്കിൽ ഇത് എഴുതരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല, വേറല്ലേ. ഇതിന്റെ സ്ട്രാറ്റജി ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഉറപ്പിച്ച് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ഫസ്റ്റ് ചെയ്യണം ഒരിക്കലും ഞാൻ പറയില്ല. ഇതിന്റെ സ്ട്രാറ്റജി യു ഹാവ് ടു ഫൈൻഡ് ഇൻ ദാറ്റ് ടൈം വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ യുവർ മോക്ക് എക്സാം. ഈ മോക്ക് എക്സാംസിന് മുന്നേ ഇൻഡിവിജ്വലായിട്ട് ഓരോ പേപ്പറിനെയും നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതിന്റെ എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഈ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ടാണ് യു ഹാവ് ടു റൈറ്റ് മിനിമം ഒരു 10 എക്സാംസ് എങ്കിലും എഴുതിയിരിക്കണം. ഈ 10 എക്സാം എഴുതിയവരുടെ കൂടുതൽ ചോദിച്ചാൽ നിന്റെ ശരീരവും മനസ്സും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ഓൾറെഡി അതുമായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. രണ്ടാമത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി യു ഹാവ് ടു ഫൈൻഡ് ടു മേക്ക് ഫോർ ദിസ് എക്സാം. Then it will be a good for your examination. And after all, you will not feel that you are writing for a very big exam or feeling ഉണ്ടാവില്ല if you are prepared for around 15 question paper before the examination. ഓക്കെ, അപ്പൊ എനിവേ ഇത് ഒരു നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയ ടിപ്പുകളുമായിട്ട് കാണാം. ബൈ, സീ യു.